Vector potential is represented by the letter capital A. So vector potential A of RT is equal to mu 0 divided by 4 pi into vector potential കാണാൻ വേണ്ടി in terms of J, current density. That means integral J of R dash T minus R by C. നമ്മൾ ചെയ്ത റിറ്റാർഡേഷൻ്റെ ടേം ഡിവൈഡഡ് ബൈ R into d tau dash. That is equation number 8. ഇങ്ങനെ തന്നെ നമ്മൾ V ചെയ്തിരുന്നത് ഓർമ്മയുണ്ടല്ലോ അല്ലേ? R ഒക്കെ എഴുതിയത് V is equal to 1 by 4 pi epsilon 0 integral rho of R dash T minus R by C. പിന്നില്ലേ R മനസ്സിലായല്ലോ? അവിടുത്തെ പോലെ തന്നെ ഇത് R dash, ഇത് നമ്മളുടെ ഡീറ്റോയിൽ നിന്ന് ഫീൽഡ് പോയിന്റിലേക്കുള്ള വെക്ടർ R. ഇത് രണ്ടും മറ്റേ R എഴുതല് എന്താ പോലെ ഇപ്പം തെറ്റിപ്പോവും. ദിസ് ഈസ് എ. ഇനി നമ്മൾ ഇന്നലെ ചെയ്ത് കണ്ടുപിടിച്ചായിരുന്നു 1/r വാല്യൂ. 1/r വാല്യൂ പറഞ്ഞ് അർത്ഥന 1/r ഈസ് ഈക്വൽ ടു I think that is equation number 3 or 4. 1/r is equal to 1/r into 1 plus very good 1 plus r dot r dash by r square. R vector R dot R dash divided by R square. That is 1/r. Now we can substitute this value. Or now just you assume that the value of 1/r is approximately equal to 1/r. ഈ 1/r ഏകദേശം or approximately equal to 1/r ആണെങ്കിൽ ഈ ഇക്വേഷനിലെ ഈ 1/r മാറ്റി നമുക്ക് പകരം എന്നാ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും? ഈ വാല്യൂ ഓഫ് R സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ? ആറിന് പകരം ആറാന്ന് എടുത്ത്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഈ R സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ R എന്ന് പറഞ്ഞാൽ ഏതായിരുന്നു? നമ്മളുടെ ഫിഗറിൽ ഒറിജിനിൽ നിന്ന് ഫീൽഡ് പോയിന്റിലേക്കുള്ള വെക്ടർ. സോ if 1/r is approximately is equal to R, നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? A of RT is equal to mu 0 divided by 4 pi. അപ്പൊ ഇവിടെ മറ്റേ R വരും, ഈ R വരും. ആ ആറിനെ നമുക്ക് പുറത്തെടുക്കാം ബിക്കോസ് ഡീറ്റോയിലാണ് ഇന്റഗ്രേറ്റ് ചെയ്യണത്. അപ്പം ഒറിജിനിൽ നിന്നുള്ള ടേം അല്ലെ വെക്ടർ ഇൻഡിപെൻഡന്റ് ആണ്. സോ 4 pi R ഇന്റഗ്രൽ J of R dash T minus R by C എന്നാവും. ഇത് നോക്കിയേ, ഈ ടേം എന്നായിരുന്നു? T minus R by C. അശ്വതി, ഇതിനൊരു വാല്യൂ ഇന്നലെ നമ്മൾ എഴുതിയായിരുന്നു T minus R by Cക്ക്. That is I think T0 plus delta very good. T. R dash is equal to T0 plus delta T ആവശ്യമില്ലട്ടോ. ആ ഒരു ടേമല്ലേ ഞാൻ ചോദിച്ചുള്ളൂ. അപ്പം T minus R by Cക്ക് പകരം ഇന്നലെ നമ്മൾ T0 എന്ന് എഴുതിയല്ലേ? അതിന് രണ്ട് ടേം ഉണ്ട്. അതിൽ ഫസ്റ്റ് ടേം. സോ R dash T0 into d tau dash. So now here this is actually integral, or take it as equation number 9. This is actually integral J d tau. That means the derivative d tau എന്ന് പറയുമ്പം നമ്മൾ ആ എഴുത്ത ആർബിട്രറി പോർഷന്റെ ഇന്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു എടുക്കുക. ഇതിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ദിസ് ഈസ് ദ ടൈം ഡെറിവേറ്റീവ് ഓഫ് ഡൈപോൾ മൊമെന്റ്. ടൈം ഡെറിവേറ്റീവ് ഓഫ് ഡൈപോൾ മൊമെന്റ്. അപ്പൊ ടൈം ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? ഡി ബൈ ഡി ടി ഓഫ് ഡൈപോൾ മൊമെന്റ് പി അല്ലേ? അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു പി ഡോട്ട് എന്ന് എഴുതാം. വെക്ടർ പി ഡോട്ട് അറ്റ് T0.
So this equation becomes that is equal to mu 0 divided by 4 pi r. This total with integration ഇതോടെ ചേർത്താണ് P0 or P of T0 dot. Or again we can write this as mu 0 divided by 4 pi into P dot divided by R. ഈ ഒരു R നിങ്ങൾ മാറ്റി എഴുതിയെന്നുള്ളൂ. This is our final equation for A of R. A വളരെ എളുപ്പമായിരുന്നു അല്ലേ ഇന്ന് ചെയ്തെടുത്തത്, ഒത്തിരി ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ അവിടെ റോയ്ക്ക് പകരം ഇവിടെ ജെ വരും, ആറിന് പകരം 6 കൊടുത്തു, കിട്ടിയ 2 വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, അത് പി ഡോട്ട് ആണെന്ന് പറഞ്ഞു. ആ ഇക്വേഷൻ കിട്ടി. എ ഓഫ് ആർ ടി ഇസ് ഈക്വൽ ടു mu 0 ഡിവൈഡ് ബൈ 4 പൈ ഇൻറ്റു ഈ ആറിനെ ഇപ്പുറത്തോട്ട് എടുത്തു, mu 0 by 4 pi into P dot divided by R. Now, I want to take some approximation. നമ്മൾ ഇന്നലെ approximation 2 വരെ എത്തിയായിരുന്നല്ലേ. Now consider the approximation 3. Approximation 3 is that ഇപ്പം we already said that 1 by R is very small. 1 by R is small. So we can also neglect the term 1 by R square. 1 by R square is very negligible. Or നമുക്കൊരു ഇതിനകത്ത് ഉണ്ടെങ്കിൽ അതിനെ നെഗ്ലക്ട് ചെയ്ത് കളയാം. അല്ല E and B very negligible, so we can neglect it in the equation E and B. ഇനി ഇയും ബിയും കണ്ടുപിടിക്കാൻ പോവാ. നമുക്ക് ബി കിട്ടി, എ കിട്ടി. അത് രണ്ടും ഉപയോഗിച്ച് ഇയും ബിയും കണ്ടുപിടിക്കാം. അപ്പൊ എയുടെ ഇക്വേഷൻ ഇതാണ്, മൈനസ് ഡെൽ വി മൈനസ് ഡോ എ ബൈ ഡോ ടി. രണ്ട് മുമ്പത്തെ എസ്ഐയിലും പഠിച്ചതാണ്. ബി എന്ന് പറയുന്നത് ഡെൽ ക്രോസ്. അപ്പൊ നമുക്ക് മൈനസ് ഡെൽ വി കണ്ടുപിടിക്കണം, ഡോ എ ബൈ ഡോ ടി കണ്ടുപിടിക്കണം, ഡെൽ ക്രോസ് എ കണ്ടുപിടിക്കണം. ആദ്യം നമുക്ക് ഡെൽ വി ചെയ്യാം. സോ കൺസിഡർ ഡെൽ വി. ഡെൽ വി എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് ഓഫ് വി അല്ലേ. ഡെൽ ഓഫ് വി എത്രയായിരുന്നു കിട്ടിയിരുന്നത് എന്ന് പറയാവോ? പെട്ടെന്ന് പറഞ്ഞ 1/4 പൈ എപ്സിലോൺ 0 Q by R plus R cap by R square dot P of T0 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ അല്ലേ. ഓക്കെ, that is equal to del of 1/4 pi epsilon 0 into unit vector R divided by RC dot P dot of T0. ഇത് ശരിയാണോ? ഇല്ലേ? വി ഓഫ് ആർ ടി എന്ന് പറയുന്നത് 1/4 pi epsilon 0 capital Q by R capital Q by R plus plus R cap by R dot P of T0 അല്ലേ, by R square R square plus R cap dot അതിന്റെ P ഡെറിവേറ്റീവ് P dot T0 divided by RC. ഇനി നമ്മൾ എന്നാ പറഞ്ഞത്? 1/R-ഉം 1/R സ്ക്വയറും ഉള്ള ടേം നെഗ്ലക്ട് ചെയ്യും. അപ്പം ഇവിടെ എന്നാ ചെയ്യുന്നതെന്ന് ചോദിച്ചാല്, ഇപ്പം ഡെറിവേറ്റീവ് ഓഫ് 1/R എന്ന് പറഞ്ഞാൽ എന്നാ, ഇനി ഡെല്ലാ എടുക്കാൻ പോണേ അല്ലേ. ഡെൽ എടുക്കുമ്പം 1/R-ന്റെ ഡെൽ എടുക്കുമ്പോൾ എത്ര ആയി പോക്കോളും? മൈനസ് 1/R സ്ക്വയർ ആവും അല്ലേ. ഡെറിവേറ്റീവ് ഓഫ് 1/X എന്നാ മൈനസ് 1/X സ്ക്വയർ അല്ലേ, ആണോ? ആണോ? ഡെറിവേറ്റീവ് ഓഫ് 1/X that is equal to
n into x raised to minus 1, that is equal to minus 1 into x raised to minus 1 minus 1. ശരിയാടോ? മൈനസ് ഓഫ് n into x raised to n minus 1 into x raised to minus 2 is equal to minus of 1 by x square. ശരിയല്ലേ? അപ്പൊ ഇതിന്റെ ഡെല്ല് കണ്ടു കഴിഞ്ഞാൽ 1 by r സ്ക്വയറിലേക്ക് പോകും. ഇത് ചെയ്ത് കഴിഞ്ഞാൽ യൂണിറ്റ് വെക്ടർ ആറിനെ r by r മോഡുലസ് ഓഫ് r എന്ന് എഴുതിയാലും പിന്നെ ഒരു r സ്ക്വയർ കിടക്കുക. സോ ഹിയർ വി ഓൺലി ടേക്ക് ദ ലാസ്റ്റ്. ഇത് രണ്ടും കൂടെ അങ്ങ് നെഗ്ലക്ട് ചെയ്ത് കളഞ്ഞു. 1 by r അല്ലെങ്കിൽ 1 by r സ്ക്വയർ എലോൺ, അത് മാത്രം വരുന്ന ടേം ഉള്ളത് രണ്ടെണ്ണം നെഗ്ലക്ട് ചെയ്ത പിന്നെ വിയിൽ എന്ത് മിച്ചമുണ്ട്? 1 by 4 pi epsilon 0 r cap divided by rc dot p dot of t0. ശരിയല്ലേ അർത്ഥന? ആദ്യത്തെ രണ്ട് ടേമുകൾ ശരിയല്ലേ? നെഗ്ലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇങ്ങോട്ട് എഴുതാം അല്ലേ? ശരിയല്ലേ? ശരിയാണ് അപ്പൊ സർ. ഇതിനെയാണ് ഞാൻ ഇവിടെ എഴുതിയത്. ഞാന് വി എഴുതാൻ പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു? 7 എന്ന് പറയുന്ന ഇക്വേഷൻ എടുത്തിട്ട് അതിലെ ആദ്യത്തെ അതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഈ ഫസ്റ്റ് ടൈം മോണോപോൾ എക്സിസ്റ്റൻസും സെക്കൻഡ് പോൾ ഡൈപോൾ എക്സിസ്റ്റൻസ് കോൺട്രിബ്യൂഷനും അതിനായിട്ട് നമ്മൾ നെഗ്ലക്ട് ചെയ്യും. അങ്ങനെ തിയറി ഒക്കെ ആയിട്ട് കുറച്ച് പറയാം. സോ ലാസ്റ്റ് റിമൈനിങ് ടൈം മാത്രം എടുത്ത് അപ്പം നമുക്ക് ഈ ആൻസർ എങ്ങനെയാകും? ഡെൽ ഓഫ് ഇത്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1 by 4 pi epsilon 0 യൂണിറ്റ് വെക്ടർ r by rc ഇൻറ്റു ഇവിടെ നിൽക്കട്ടെ, ഡെല്ലിനെ അകത്തേക്ക് ഗുണിച്ചു. അപ്പൊ ഡെൽ ഓഫ് പി ഡോട്ടിനെ ചെയ്ത് കഴിഞ്ഞാൽ പി ഡബിൾ ഡോട്ട് ചെയ്തില്ലേ? ഡെൽ എന്ന് പറയുന്ന ഡെറിവേറ്റീവ് അല്ലേ? സോ പി ഡബിൾ ഡോട്ട് ഓഫ് T0 into del of T0. This is the answer. Factor double dot. So this is our del V. Okay. ഇനി തീർന്നിട്ടില്ല. ഡെൽ T0യുടെ വാല്യൂ മുമ്പ് എത്രയാന്നാ കിട്ടിയേ? ഡെൽ ഓഫ് T0 എത്രയാന്നാ പറഞ്ഞ നമ്മള്? ഒന്ന് പറയണേ. ടി മൈനസ് ആർ ബൈ സി, അതിന്റെ ഡെറിവേറ്റീവ് എടുക്കണം. അപ്പൊ എത്രയാവും? ഡെൽ ഓഫ് ആർ എന്ന് പറഞ്ഞാൽ എത്രയാവും? ഡെറിവേറ്റീവ് ഓഫ് സാധനം ഇത് ആർ എന്ന് പറയുമ്പം ടി എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റന്റ് അല്ലേ? അപ്പൊ അത് 0 ആയി. മൈനസ് ആർ ബൈ സി എന്നാവും. ശരിയല്ലേ? പക്ഷെ ഇവിടെ ഈ ഒരു കോൺസ്റ്റന്റ് ആണ്, അതിന്റെ ഡെറിവേറ്റീവ് 0 ആകുന്നു. അവിടെ നിന്ന് ചെറുതാക്കി എഴുതി വെച്ചേക്കുക. ഇനി ആർ ബൈ സി ഉണ്ട്. പക്ഷെ ഒരു കാര്യം ചെയ്യണം, ഡെൽ അല്ലെ? ഡെൽ എന്ന് പറയാൻ നമുക്കറിയാം ഐ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് പ്ലസ് ജെ ഇൻറ്റു. അപ്പം ഏത് ഡയറക്ഷനാന്ന് കിട്ടും? അപ്പം ഇത്തരം ചെയ്ത് കഴിയുമ്പം മൈനസ് ആർ ബൈ സി എന്ന് കിട്ടും ഇതിന് പകരം. അപ്പൊ നമ്മളുടെ ആൻസർ എങ്ങനെയായി? നന്നായിട്ട് ശ്രദ്ധിച്ച് എഴുതണം. ആറ്റ് ഈസ് ഈക്വൽ ടു 1 by 4 pi epsilon 0 r divided by rc into p double dot t0 into മൈനസ് ഇങ്ങോട്ട് കൊടുത്തേ, മൈനസ് ആർ ക്യാപ്പ്. ഒരെണ്ണോടെ വന്നോ? അതിവിടെ നിൽക്കട്ടെ. ആർ ക്യാപ്പ് ഡിവൈഡഡ് ബൈ ഒരു സി ഉണ്ടല്ലേ, സി സ്ക്വയർ. ശരിയല്ലേ? ദാറ്റ് ഈസ് ഡെൽ. ദിസ് ഈസ് ദ തീർന്നോ? യെസ്. ഡെൽ വി ഈക്വൽ ടു കിട്ടേണ്ട മൈനസ് 1 by 4 pi epsilon 0 സി സ്ക്വയർ. മോഡിഫൈ ചെയ്തെടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 1 by 4 pi epsilon 0
into c square into unit vector r dot p double dot of t0 into unit vector r divided by r. That is equation number 12. അപ്പൊ നമുക്ക് del v കിട്ടി. ഈ ഇക്വേഷനിലെ del t0 മൈനസ് r by c എന്ന് എഴുതിയേ അത് ഇക്വേഷൻ 11 കൊടുത്തത് കേട്ടോ. Now this is equation 12. നമ്മൾ ഈ കാണാനുള്ള del v കണ്ടു. ഇനി എന്ത് കണ്ടുപിടിക്കണം? വലുതാക്കി del cross a ചെയ്യണം. ടെക്സ്റ്റിലും അങ്ങനെ തന്നെയാണ്. അപ്പം del cross a എയുടെ വാല്യൂ പറഞ്ഞേ. del cross of a എത്രയായിരുന്നു? ലിജിന. Sir, A of RT is equal to mu 0 by 4 pi P dot of T by R. 4 by mu 0 by 4 pi. 4 എന്നാ pi പറയാ? P mu 0 dot by 4 pi P dot T by 0 R. by r. Okay. Thank you. So that is approximately അതിന്റെ del എടുക്കുമ്പം mu 0 by 4 pi r del cross of p double dot of t0. അതെ, ഇപ്പൊ നമ്മൾ del cross എന്നൊക്കെ പറയുന്ന പോലെ ഇത് വെക്ടർ ഐഡന്റിറ്റി ഉപയോഗിച്ചു. ഇതിനകത്തൊന്നല്ല, വെക്ടർ ഐഡന്റിറ്റിയും ആഫ്റ്റർ സോൾവിങ്. അപ്പം ഈ ഒരു സ്റ്റെപ്പ് നമുക്ക് ചെയ്യാൻ പറ്റില്ല ഇവിടെ, അല്ലെ ഡെറിവേഷൻ ചെയ്ത് കാണിക്കുക എന്ന് പറഞ്ഞാൽ പ്രായോഗികമല്ല. സോ del cross ഓഫ് ദിസ് വാല്യൂ, ഈ പി ഡോട്ട് എന്ന് പറയുന്നത് പി ഡബിൾ ഡോട്ട് ആയി മാറും. del cross ഓഫ് പി ഡബിൾ ഡോട്ട്. ഇനി or we can write it as ശ്രദ്ധിച്ചോണം mu 0 divided by 4 pi r. സ്റ്റെപ്പിലും നല്ലത് del of t0 എന്ന് കൊടുക്കുന്നത്. del of t0 cross at the t0 പോയിന്റ് അല്ലേ, അപ്പൊ ഇവിടെ t0 കൊടുക്കുക. del of t0 cross p of t0 double dot. That is, I think നമ്മളിത് del cross a question number 11. ഈ del t0യുടെ വാല്യൂ നമ്മൾ മുമ്പേ ഒന്ന് ചെയ്തു വെച്ചിട്ടില്ലേ? മൈനസ് ആർ ബൈ സി എന്നല്ലേ? ഇക്വേഷൻ നമ്പർ 11 അനുസരിച്ച് this value is equal to minus r by c. So, or unit vector r by c, substitute that value in del cross a, that is equal to mu 0 by 4 pi r into minus r by c cross p double dot of t0. That is equal to minus, there is a negative minus mu 0 by 4 pi r c into unit vector r cross p double dot. That is equation number 30. del v കിട്ടി, del cross a കിട്ടി, dou a by dou t. So now find out dou a by dou t. So dou a by dou t, that is equal to dou by dou t of a എത്രയായിരുന്നു? അവിടെ പറയാവോ? a എന്ന് പറഞ്ഞേ mu 0 ഇക്വേഷൻ നമ്പർ 10 r ക്രോസ് എന്ന് പറഞ്ഞ ഒരു ഇക്വേഷൻ നമ്മൾ എഴുതിയിട്ടില്ലേ? അതായത് ഇക്വേഷൻ നമ്പർ 10 പറഞ്ഞാൽ മതി. mu 0 by 4 pi P dot T0 by R. P dot T0 by R. Okay.
That is equal to ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കണം. ഒന്നുമില്ല, അകത്തോട്ട് കൊടുത്താൽ മതി. μ0 by 4 pi ഇത് എത്രയാകും? പി ഡബിൾ ഡോട്ട് ആവും അല്ലേ? പി ഡബിൾ ഡോട്ട് T0 by R. That is equation number 40. ഇനി എന്നാ ചെയ്യണം? എല്ലാം കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. Therefore E of RT equal to minus del V minus dou A by dou T. That is equal to μ0 divided by 4 pi R into R dot P double dash into unit vector R minus P double dot. Sorry, double dash അല്ല double dot. ഇത് ചെയ്താലും കിട്ടും കേട്ടോ. നമ്മുടെ ഡെൽ വി എന്ന് പറയാവോ? വി നമ്മളുടെ വിയില്ലേ, നമ്മൾ ഡെൽ വി ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഡെൽ വിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ അത് 1/4 pi epsilon 0 c square അത് വരും. എന്നിട്ട് നമ്മൾ മൈനസ് ഡെൽ വി മൈനസ് ഡോ എ ബൈ ഡോ ടി ഇത് ചെയ്താൽ കിട്ടുന്നതാണ്. Now consider the vector identity by using vector identity. അതെന്തിനാ ഈ വെക്ടർ ഐഡന്റിറ്റീസ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇയും ബിയും നമ്മൾ എഴുതി താഴെ വരുമ്പം ഒരേ ഫോമിൽ കിട്ടണം അല്ലെ? ഇയും ബിയും സെയിം ആണ് വാഗ്റ്റിറ്റ്യൂഡിൽ, അതിന്റെ ഡയറക്ഷൻ തമ്മിൽ പെർപെൻഡിക്കുലർ ആണെന്ന് മാത്രമേ ഉള്ളൂ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള വ്യത്യാസം. അങ്ങനെയെങ്കിലേ ഈ ഒരു റേഡിയേഷൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് നമുക്ക് പറഞ്ഞു പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ വെക്ടർ ഐഡന്റിറ്റീസ്. അത് എന്തിനാ ആവശ്യമില്ലാതെ എല്ലായിടത്തും ഉപയോഗിക്കുന്ന ഒരു തോന്നൽ വേണേൽ നമുക്കും എല്ലാവർക്കും തോന്നാം. അവസാനം ഇത് കൊണ്ടുപോയി ഇയും ബിയും ഒരേ ഫോമില് തിയററ്റിക്കൽ വാല്യൂവിലെത്തണം. So by vector identities using E of RT is equal to E of RT is equal to അങ്ങനെ കിട്ടും μ0 by 4 pi R R unit vector R cross P double dot. ഇത് നമ്മൾ R cross P ഒക്കെ ചെയ്യണം. എന്നിട്ട് ആ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ഈ രണ്ട് ഇക്വേഷനും സെയിം ആയിരിക്കും. സിമിലർലി B is equal to B of RT is equal to del cross A. That is equal to minus del cross A. Del cross യുടെ വാല്യൂ എത്രയാ കിട്ടിയേ? മൈനസ് ഇല്ലാഞ്ഞോ? ഉണ്ടല്ലോ, ഇക്വേഷൻ നമ്പർ 13 മൈനസ് μ0 by 4 pi RC into unit vector R cross P double dot of T0. R cross P double dot of T0. ശരിയാ. ഡെൽ ക്രോസ് എ ബി ഈസ് ഈക്വൽ ടു മൈനസ്, ഇതിന് നമുക്കൊരു ഇക്വേഷൻ 15 ഇക്വേഷൻ 16 എഴുതാം. ഇത് തന്നെയാണ് നമ്മൾ നേരത്തെ അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഡെൽ ക്രോസ് എ നേരത്തെ 13 ചെയ്തു വെച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇക്വേഷൻ നമ്പർ 13. ഇവിടം വരെയും നമ്മൾ എടുക്കണം. ഇനി ഇവിടുത്തെ പി ഡബിൾ ഡോട്ട് അറ്റ് T0 എന്ന് പറഞ്ഞാൽ ഈ T-R/Cക്ക് പകരം T0 എന്ന് പറയുന്ന ഒറിജിനൽ കിട്ടുന്ന സമയത്തിന്റെ വാല്യൂ ആട്ടോ ഇത്. പി ഡബിൾ ഡോട്ട് ഓഫ് T0 എന്ന് എഴുതിയത്. ഇവിടെ നമുക്ക് അങ്ങനെ എഴുതാം, കുഴപ്പമൊന്നുമില്ല. സോ ഇയും ബിയും കിട്ടി. ഇത് ആറിലും ടിയിലും ഓർ ഇ ആൻഡ് ബി ഇൻ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്. ഇനി നമ്മൾ ഈ ഫിഗറിനെ മുഴുവൻ സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റ്സിൽ കൺസിഡർ ചെയ്യും. ഏതില്? 6 തീറ്റ 5. അപ്പം ഇ ഓഫ് ആർ തീറ്റ ടി ഈക്വൽ ടു μ0 P double dot of T0
by 4 pi into sin theta by r into theta cap. Dot അല്ല കേട്ടോ, ഇൻറ്റു മാത്രമേ ഉള്ളൂ. സോ സിമിലർലി ബി ഓഫ് ആർ തീറ്റ ടി ഈസ് ഈക്വൽ ടു mu 0 p double dot of t0 divided by 4 pi c into sin theta by r into 5 cap. ഇപ്പൊ കാര്യങ്ങൾ എളുപ്പമായി. ഈ ഇക്വേഷൻ പഠിക്കണം. ഇക്വേഷൻ പഠിച്ചാൽ ഇതിന് മുകളിലത്തെ സ്റ്റെപ്പിൽ ബൈ മിസ്റ്റേക്ക് എന്തെങ്കിലും പറ്റിയാൽ ഇവിടെ കുഴപ്പമില്ല, ഇവിടെ നമുക്ക് ഇവിടെ എത്താൻ പറ്റും. ബൈ ഹാർട്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇവിടെ ഒരു സി കൂടുതൽ വരും അല്ലേ, അത്രേ വ്യത്യാസമുള്ളൂ, ബാക്കി എല്ലാം സെയിം ആണ്. ആ സി കൂടുതൽ വന്ന എങ്ങനെയാ, ഇ ബൈ ബി ചെയ്യുമ്പം ഇതിനെ ഇതുകൊണ്ട് ഹരിച്ചാല് റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 ബൈ സി മോളിൽ പോകും, ബാക്കി എല്ലാം പോകും. അപ്പം ഇത് സിന്ന് മിച്ചം വരും. അപ്പൊ ഇ ബൈ സി എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ലൈറ്റ് എന്ന് കിട്ടും. ഇതിന് മുമ്പത്തെ എസ്ഐയിലും ഇങ്ങനെ തന്നെ വന്നതെന്ന്. അപ്പം നമുക്ക് പറയാം ഇവിടെ ഉണ്ടായ റേഡിയേഷൻ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണ്, അല്ലെങ്കിൽ അതിന്റെ സ്പീഡ് എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ലൈറ്റിന്റെ സ്പീഡ് തന്നെയാണ്. മറ്റൊരു കാര്യം ഇവിടെ പറയാം, ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് തീറ്റയിലാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഫൈയിലാണ്. ദാറ്റ് മീൻസ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് പെർപെൻഡിക്കുലർ ടു മാഗ്നറ്റിക് ഫീൽഡ്. സോ ബൈ ദിസ് ഇ ആൻഡ് ബി, ഈ രണ്ട് കൺക്ലൂഷൻ നിങ്ങൾ എഴുതി വെക്കണം നല്ല വൃത്തിയായിട്ട്. ഇ ബൈ ബി ഈക്വൽ ടു സി ആൻഡ് ഇ ആൻഡ് ബി ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. That means the formed radiation is an electromagnetic wave. അപ്പൊ നമുക്ക് ഇയും ബിയും കിട്ടി. ഇയും ബിയും കിട്ടിയാലോ ഇനി നമുക്ക് പോയിന്റിംഗ് വെക്ടർ കണ്ടുപിടിക്കാം, എസ് കണ്ടുപിടിക്കണം. സോ എസ് ഈക്വൽ ടു 1 by mu 0 into E cross B. ഇ ക്രോസ് ബി രണ്ടും പെർപെൻഡിക്കുലർ ആണ് നമ്മൾ പറഞ്ഞു. അങ്ങനെയെങ്കിൽ അതിന് മൾട്ടിപ്ലൈ ചെയ്തെടുത്താൽ മതി. mu 0 ഡിവൈഡഡ് ബൈ 4 16 5 സ്ക്വയർ സി. mu 0ക്ക് സ്ക്വയർ ഇല്ല കേട്ടോ, ശ്രദ്ധിച്ചോണേ എഴുതുമ്പോൾ, ഇൻറ്റു പി ഡബിൾ ഡോട്ട് ഓഫ് T0 സ്ക്വയർ ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റ ബൈ ആർ സ്ക്വയർ ഇൻറ്റു, ഇവിടെ നോക്കിയേ ഈനെയും ബീനെയും നമ്മൾ തീറ്റയിലും ഫൈലും എഴുതും, പക്ഷെ പോയിന്റിംഗ് വെക്ടറിനെ നമ്മൾ റേഡിയൽ ഡയറക്ഷൻ അല്ലെ ആറിന്റെ ഡയറക്ഷനിലോട്ട് കൊണ്ടുവരും. അപ്പൊ തീറ്റയും ഫൈയും മാറി ആറിന്റെ ഡയറക്ഷൻ ആകുമ്പം എങ്ങനെയാകും, ആർ സ്ക്വയർ സൈൻ തീറ്റ ഡി തീറ്റ ഡി ഫൈ. സോ ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ അവർ pointing vector. So S is equal to mu 0 divided by 16 pi square c into p T0 double square into sin square theta by r square into this value. ഈ വാല്യൂ എഴുതിയിട്ടില്ല ടെക്സ്റ്റ് ബുക്കിൽ, അപ്പൊ നമുക്ക് അവിടെ പകരം എന്ത് കൊടുക്കാം, mu 0 divided by 16 pi square c into p double dot of T0 square into sin square theta by r square into unit vector r എന്ന് കൊടുത്താലും മതി. That is our pointing vector. That is equation number 217 ആണെങ്കിൽ ഇത് 8. ഇനി p കിട്ടിയാൽ എന്നാ ചെയ്യണം, p ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് എസ് ദ ടോട്ടൽ ഏരിയയിലോട്ട് ഇന്റഗ്രേറ്റ് ചെയ്യണം ഡി എ. ദാറ്റ് ഇസ് ഈക്വൽ ടു, ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ രണ്ട് ഇന്റഗ്രേഷൻ വരും അല്ലേ. ഈ ആറിന് പകരം ഈ ഇക്വേഷൻ ഞാൻ എഴുതിയതിന്റെ ഗുണം ഇനിയാ, ഡി തീറ്റയിലും ഡി ഫൈയിലും ഇന്റഗ്രേഷൻ വരും. അപ്പൊ ഇന്റഗ്രൽ 0 to 2 pi ഇന്റഗ്രൽ 0 to pi. നമ്മൾ ഇതിനു മുമ്പ് ഒരെണ്ണം പറഞ്ഞപ്പോൾ ഞാൻ ആ കോർഡിനേറ്റ് വട്ടം വരച്ച് കാണിച്ചു തന്നു. ഇപ്പം ആ പ്ലെയിനിൽ കിടക്കുന്നത് 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യും 0 to 2 pi വരെ.
മറ്റേത് 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യും. സോറി 180 ഡിഗ്രി. അപ്പോൾ ഒന്ന് കറങ്ങി ഫുൾ സർക്കിളായിട്ട് വരും 360 ഡിഗ്രി. അല്ലെങ്കിൽ ഇവിടെ നമുക്ക് വേണമെങ്കിൽ തീറ്റ എന്ന് പറയും. അപ്പോൾ ഫൈ എങ്ങനെയായിരിക്കും? 0 to π വരെ ആവും. എന്നിട്ട് നമ്മൾ മോളിൽ കിട്ടിയ വാല്യൂവിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തെടുക്കും. അത് ഇതിനെ അങ്ങ് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ അതിനാണ് ഈ ആറിനെ ഞാൻ ഇങ്ങോട്ട് മാറ്റി. അപ്പം μ0 / 16 π² c p (t0 all square) into sin square theta by r square into r square sin theta d theta d phi. By integration and substitution of the limit, we obtain the value of p. P is equal to μ0 p (2) by 6 pi c. അപ്പോൾ ഇവിടെ 2 പി ഉണ്ടല്ലേ? ഇതെന്നായിരുന്നു? ഡൈപോൾ മൊമെന്റ്. ഇതെന്ന് പറയണത് പവർ റേഡിയേറ്റ്. അപ്പോൾ ഇത് വേറൊരു പി അല്ലെങ്കിൽ ഇച്ചിരി വലിയ പി ആയിട്ട് ഇരിക്കും. So the power radiated P is equal to μ0 p(2) by 6 pi c. ഇവിടെ നമുക്ക് പറയാം ഇതിന്റെ E/C ചെയ്യുമ്പം അത് E/C ചെയ്യുമ്പം അതിന്റെ വെലോസിറ്റി c ആയിരുന്നു, അല്ലെങ്കിൽ ഇയും ബിയും പെർപെൻഡിക്കുലർ ആണ്. സോ ദ റേഡിയേഷൻ emitted by an arbitrary source is an electromagnetic wave with a velocity c or equal to 3 × 10⁸ meter per second. So this is a final equation. P equal to μ0 p(2) by 6 pi c. ഇതാണ് നമ്മൾ പഠിച്ച 3 എസ് അല്ലേ? The radiation emitted due to an electric dipole, the power of radiation emitted by a magnetic dipole. ഇതിനെ നമ്മൾ പി മാഗ്നറ്റിക് ബൈ പി ഇലക്ട്രിക് ചെയ്ത് കഴിഞ്ഞപ്പം അതൊരു വളരെ ചെറിയ ക്വാണ്ടിറ്റിയാണ് കണ്ടുപിടിച്ചു. അതുകൊണ്ട് നമ്മൾ പറഞ്ഞു പി ഇലക്ട്രിക് ഈസ് വെരി വെരി ഗ്രേറ്റർ ദാൻ ടു ഓർ ദാറ്റ് ഓഫ് പി മാഗ്നറ്റിക്. ഒരു ഇലക്ട്രിക് ഡൈപോൾ ഉണ്ടാക്കുന്ന റേഡിയേഷൻ മാഗ്നറ്റിക് ഡൈപോൾ ഉണ്ടാക്കുന്ന റേഡിയേഷനേക്കാൾ കൂടുതലാണ്. ഇതൊരു ഓസിലേറ്റിംഗ് ചാർജ് ആയിരുന്നു. ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് സ്കെയിലാർ ഫീൽഡും വെക്ടർ ഫീൽഡും ഉണ്ടായിരുന്നു. ഇവിടെ V0 ആയിപ്പോയി നമ്മൾ ആ ലൂപ്പ് കൺസിഡർ ചെയ്തു. ഇവിടെ ഒരു ആർബിട്രറി ചാർജ്, ഒരു ചെറിയ പോയിന്റ്, ഒരു ചെറിയ d.o' കണ്ടുപിടിക്കുമ്പോൾ ഒരെണ്ണത്തിലെ വാല്യൂ ആണ് μ0 p(2) by 6 pi c. ഇതാണ് 3 എണ്ണത്തിന്റെയും ഫൈനൽ കിട്ടേണ്ട സൊല്യൂഷൻ. നമ്മുടെ എക്സൈ പഠിച്ചാലും ഈ ആൻസർ ഇതൊന്ന് ബൈ ഹാർട്ട് ചെയ്യണം. ഇത് 3ഉം പഠിച്ചിരിക്കണം. ആഫ്റ്റർ ദ ഡെറിവേഷൻ 1, 2, 3 the major 3 essays. ഏതാണ് ചോദിക്കുക, എങ്ങനെയാണ് ചോദിക്കുക എന്ന് പറയാൻ പറ്റില്ല. ഒന്നും ഉപേക്ഷിക്കാനൊന്നും പറ്റുന്ന കാര്യമല്ല. It's for an electric dipole, this is for an magnetic dipole, and this is for an arbitrary source. എല്ലാത്തിൻ്റെയും കേസിൽ ഉണ്ടാകുന്നത് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണ് വിത്ത് വെലോസിറ്റി c, അല്ലെങ്കിൽ E is perpendicular to B ആണ്, അല്ലെങ്കിൽ E/C എന്ന് പറയുന്നത് c ആണ്. ഉണ്ടാകുന്നത് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണ്. റേഡിയേഷൻ ഉണ്ടാകും. ഏതൊരു സോഴ്സ് മൂലം ഉണ്ടാകുന്ന റേഡിയേഷൻ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആയിരിക്കും. ഇയും ബിയും പെർപെൻഡിക്കുലർ ആയിരിക്കും. വിത്ത് ദ വെലോസിറ്റി ഓഫ് ലൈറ്റ് ആയിരിക്കും c = 3 × 10⁸ meter per second. Okay.